Hi all, welcome to Competitive Cracker. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ പോലീസ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലേ. അതായത് നവംബർ 11 ചേർന്ന PSC കമ്മീഷണർ യോഗ തീരുമാനപ്രകാരം എന്ത് വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്? നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിൽ യോഗ തീരുമാനങ്ങളിൽ 5ാമതായിട്ട് കിടക്കുന്നുണ്ടാവും. എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിലേക്ക് എന്ത് വിളിക്കാൻ പോകുന്നു? നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. കാരണം ഈ ഇപ്പൊ ഫോഴ്സിന്റെ ഒക്കെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ ഈ ഒരു എക്സാം ഇപ്പം ഏതാണ്, നമ്മുടെ ഡ്രൈവറിന്റെ ഒരു എക്സാം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പൊ നിലവിൽ വന്നിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാം ഈ ഒരു ലിസ്റ്റ് നിലവിൽ വന്ന് 1 വർഷ കാലാവധി മാത്രമേ എന്തിനുള്ളൂ? നമ്മുടെ ഇത്തരത്തിലുള്ള ഫോഴ്സുകൾ, അതായത് ഇപ്പൊ CPO ആയിക്കോട്ടെ, അതുപോലെ പോലീസ് ഡ്രൈവറിന്റെ ആയിക്കോട്ടെ, അതിനൊക്കെ ഏകദേശം 1 വർഷം മാത്രമേ കാലാവധിയുള്ളൂ. അപ്പൊ ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന ലിസ്റ്റ് നിലവിൽ വന്ന് 1 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അടുത്ത ലിസ്റ്റ് നിലവിൽ വരണം. അതുകൊണ്ട് തന്നെയാണ് എന്ത് വിളിക്കാൻ പോകുന്നത്? അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് മുൻപായിട്ട്, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? അത്തരം കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഓൾറെഡി നമുക്കറിയാം ഈ CPOക്ക് സമാനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതേ കാറ്റഗറി അല്ലെങ്കിൽ അതേ റേഞ്ചിൽ തന്നെയാണ് നമ്മുടെ പോലീസ് ഡ്രൈവറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതേ പോസ്റ്റ് തന്നെയാണ് ഇവർക്കും പറയുന്നത് അല്ലെ. അപ്പൊ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? CPO ആയിരിക്കും. ഡ്രൈവർ എന്ന കാറ്റഗറിയിലായിരിക്കും ഇവർ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഇതിന്റെ സാലറിയും അതേ കാര്യങ്ങളൊക്കെ, ആനുകൂല്യങ്ങളൊക്കെ എന്തായിരിക്കും? CPOക്ക് കിട്ടുന്ന അതേ രീതിയിൽ തന്നെയായിരിക്കും. അത് മാത്രമല്ല വുമൺസിനും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ. ഈ ഒരു കോൺസ്റ്റബിൾ ഡ്രൈവറിന്റെ പോസ്റ്റിലേക്ക് വുമൺസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ട കാര്യം, ഇതിനെന്ത് വേണം? നമുക്ക് ഹെവി ലൈസൻസ് വേണം അല്ലെ. ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ആവശ്യമാണ്. അതിന്റെ കൂടെ തന്നെ ബാഡ്ജ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ബാഡ്ജും അതിന്റെ കൂടെ തന്നെ കിട്ടും. അതെന്തായാലും അത് കമ്പൽസറി ആയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമാണ്. നമ്മുടെ സാധാരണയുള്ള LMV ലോവർ മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് അത് മാത്രം പോരാ. എന്ത് വേണം? ഹെവി ലൈസൻസ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ അത്യാവശ്യമാണ്. അതിന്റെ ഒരു ടെസ്റ്റും, നമ്മുടെ 100 മാർക്കിനാണ് എക്സാം നടത്തുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു 30 മാർക്കിന് ആ ഒരു ഡ്രൈവിംഗിന്റെ ടെസ്റ്റിനും 30 മാർക്കിൽ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ എക്സാം ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ വേണ്ടിയിട്ട് 30 മാർക്കിന് ആ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എക്സാം അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പോലെ, അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റും കൂടെ അതിന്റെ കൂടെ തന്നെ നടത്തുന്നുണ്ട്. 30 മാർക്കിന് ഫിസിക്കൽ ടെസ്റ്റ് കൂടാതെ ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ അതിന് എക്സ്ട്രാ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഏജ് ആണ്. നമ്മൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നമുക്ക് 28 വയസ്സ് വരെ, 20 മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ജനറൽ കാറ്റഗറിയിൽ എന്ത് ചെയ്യാം? ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. മാക്സിമം 28 വയസ്സാണ്. ഇനി OBC ആണെങ്കിൽ അത് എത്രയാണ്? 31 വയസ്സും. SC/ST ആണെങ്കിൽ എത്രയാണ്? 33 വയസ്സും. അപ്പൊ ഈ ഒരു ഏജിന്റെ കാറ്റഗറിക്കുള്ളിലുള്ളവരാണ് നിങ്ങളെങ്കിൽ, അത് പലർക്കും എന്തായിരിക്കും പ്രശ്നം? ഹെവി ലൈസൻസ് എടുക്കാത്ത ആളുകളായിരിക്കും അല്ലെ. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന്റെ ആ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആയാൽ മതി. അപ്പം ഇല്ലാത്ത ആളുകൾ, അല്ലെ ഈ ഒരു പോസ്റ്റിലേക്ക് ആഗ്രഹിക്കുന്ന ആളുകൾ, ഹെവി ലൈസൻസ് ഇല്ല എന്നുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതിനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ആ പേജ് ശ്രദ്ധിക്കുക. 28 വയസ്സാണ് ജനറൽ കാറ്റഗറി, 31 OBC, 33 SC/ST. ഇനി മറ്റൊരു കാര്യം ഹൈറ്റിന്റെ ആണ്. ഹൈറ്റ് എത്ര സെന്റിമീറ്റർ പറയുന്നത്? 168 സെന്റിമീറ്റർ. മെയിലിനാണെങ്കിൽ 168 സെന്റിമീറ്ററും വുമൻസിനാണെങ്കിൽ 157 സെന്റിമീറ്ററും ഹൈറ്റ് ഉള്ളവർക്കും എന്ത് ചെയ്യാം? ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഏജ് നോക്കി. പിന്നെന്താണ്? അതേപോലെ തന്നെ അടുത്ത വേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഹൈറ്റിന്റെ കാര്യം. അതായിരിക്കും എല്ലാവർക്കും പ്രശ്നമായിട്ട് വരുന്നത്. ഹൈറ്റ് 168ഉം 157 സെന്റിമീറ്ററും വരണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ +2 ആണ് ക്വാളിഫിക്കേഷൻ. ഞാൻ പറഞ്ഞു CPO ലെവലിൽ തന്നെ അല്ലെ, CPO ആണ് ക്വാളിഫിക്കേഷൻ. CPOയുടെ അതേ ഇതിൽ തന്നെ ആയതുകൊണ്ട് തന്നെ +2 ക്വാളിഫിക്കേഷൻ ആയിരിക്കണം. 10ാം ക്ലാസ് പോരാ, +2 ക്വാളിഫൈഡ് ആയിട്ട് നമ്മുടെ എന്താണ് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? നമ്മൾ ഏജ് ഒരു 28 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഹൈറ്റ് 168 സെന്റിമീറ്റർ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ,
ഇനി മറ്റൊരു കാര്യം, എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം 100 മാർക്കിനാണ് പറഞ്ഞു. OMR എക്സാം 100 മാർക്കിനാണ്. ആ 100 മാർക്കിൽ തന്നെ 30 മാർക്കിന് എന്ത് വരുന്നുണ്ട്, നമ്മളെ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 30 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്, നമ്മൾ ആ ഒരു ഭാഗത്തുള്ള സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് 20 മാർക്കിന് വരുന്നുണ്ട്. അപ്പൊ ഏകദേശം 50ഓളം മാർക്കുകൾ ആ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് മാത്രമാണ് വരുന്നത്. നമ്മുടെ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട്, അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട്, പോലീസ് കോൺസ്റ്റബിൾ ആയതുകൊണ്ട് ആ ഒരു ഏരിയയിൽ നിന്നും വരുന്ന ഏകദേശം 50 മാർക്കുകൾ സ്പെഷ്യൽ ടോപ്പിക് ആണ് വരുന്നത്. ബാക്കി 40 മാർക്ക് GK, 10 മാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, 40 മാർക്ക് GK, 10 മാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയും ഈ രീതിയിലാണ് എന്തിരിക്കുന്നത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 40 മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് CPO പ്രിപ്പയർ ചെയ്ത ആളുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ LD ക്ലർക്കിന് പ്രിപ്പയർ ചെയ്ത ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് ഈ ഒരു 50 മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ബാക്കിയുള്ള ഒരു 50 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏകദേശം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകളും ഏകദേശം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ബാക്കി മാർക്കുകളാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ 50 മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു എക്സാമിന്റെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഏകദേശം 560ഓളം പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 560ഓളം പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഒരു 200+ ആളുകൾ അതിന്റെ സപ്ലിമെന്ററി ലിസ്റ്റിലുണ്ട്. ഏകദേശം ഒരു 800ഓളം ആളുകൾ കഴിഞ്ഞ ലിസ്റ്റിലുണ്ട്. അതിൽ ഏകദേശം എല്ലാവർക്കും ജോലി കിട്ടും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അതിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 55 സംതിങ് ആയിരുന്നു. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു എക്സാമിന് 55ന്റെയും 60ന്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ 50നും 60നും ഇടയ്ക്ക് കട്ട് ഓഫ് വരുന്നുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഏകദേശം എന്ത് ചെയ്യാം, ഒരു 70യുടെ അടുത്തൊക്കെ, അല്ലെ, ഒരു 70യുടെ അടുത്തൊക്കെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. കാരണം ഇതിലുള്ള 40 + 10 ആ ഒരു ഭാഗം, GKയും മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഭാഗം നിങ്ങൾ ഓൾറെഡി എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ അത് പ്രിപ്പയർ ചെയ്ത് നേടിയെടുക്കാൻ പറ്റുന്ന മാർക്ക് മാത്രമേ ഉള്ളൂ, അല്ലെ. ഒരു 40, ഒരു 50 ഒരു 40ഓളം മാർക്കുകൾ നിങ്ങൾ എങ്ങനെയെങ്കിലും നേടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, സ്പെഷ്യൽ ടോപ്പിക് എന്നും അല്ല ഈ നിങ്ങളുടെ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഏരിയയിൽ നിന്നും വരുന്ന ചോദ്യങ്ങളാണ്. അതും സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ കഴിഞ്ഞ കട്ട് ഓഫ് 55ന്റെ അടുത്തായിരുന്നു, 55 പോയിന്റ് സംതിങ് ആയിരുന്നു കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ. ആ ഒരു കട്ട് ഓഫ് തന്നെ നമുക്ക് ഇനി അടുത്ത എക്സാമിന് അതിൽ നിന്ന് കൂടുക എന്നുള്ളത് എല്ലാവരും പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിൽ നിന്ന് കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് മാർക്കുകൾ 70ന്റെ 80ന്റെ അടുത്തൊക്കെ മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് എന്തുണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് വേറെയുണ്ട്, അല്ലെ. ഫിസിക്കൽ ടെസ്റ്റ് വേറെ നടത്തുന്നുണ്ട്. അതേപോലെ ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ട് ഡ്രൈവിംഗിന്റെ ടെസ്റ്റും വേറെയും നടത്തുന്നുണ്ട്. അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ട്, മാർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് എന്ത് ചെയ്യാം, നന്നായിട്ട് പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ആദ്യം റിട്ടേൺ പാസ്സായിട്ടാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ റിട്ടേൺ എക്സാം പാസ്സാവണമെങ്കിൽ എങ്ങനെ സിലബസ് എങ്ങനെ കവർ ചെയ്യണം, അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ എന്ത് ചെയ്യുക, എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഇല്ല എങ്കിൽ അതിനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഉടൻ വരുമെന്നാണ്, ഏകദേശം 2 മാസത്തിനുള്ളിൽ, അല്ലെ ഈ ജനുവരിക്കുള്ളിൽ, ജനുവരി ആവുന്നതിന് മുമ്പ് ഡിസംബർ ലാസ്റ്റിലൊക്കെ ആകുമ്പോഴേക്കും ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മളിവിടെ ഒരു ലോങ് ബാച്ച് ആയിട്ട് ഡ്രൈവറിന്റെ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതുപോലെ മെന്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിനൊക്കെ ലൈവ് ക്ലാസ്സുകളിൽ കൂടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ കൂടെയൊക്കെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മളെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡ്രൈവർ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസും PYQ ഡിസ്കഷനും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം. താങ്ക്